ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് ആദീസ് വെൽ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ തമ്പനെയിൽ തന്നെ നമുക്ക് എന്താണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. വേറൊന്നുമല്ല, ഡ്രൈ സ്കിന്നുകാർ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസിനെ പറ്റിയിട്ട് ഞാൻ ഓൾറെഡി കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡ്രൈ സ്കിൻ കെയർ എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയൊക്കെ നമ്മൾ കുറേ വീഡിയോസിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഡ്രൈ സ്കിന്നുകാർക്ക് നേരിടേണ്ടി വരുന്ന ഒരു വലിയ പ്രശ്നമാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്. ഇത് ഞാൻ പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, ഈ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക, ഉപ്പൂറ്റി വിണ്ട് കീറൽ എന്ന് പറയും. അതായത് കാലിൻ്റെ ഉപ്പൂറ്റിയിൽ ചെറിയ ചെറിയ വിള്ളലുകൾ പോലെ വന്നിട്ട് ചിലർക്കത് ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും. നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളതും പെയിനായിട്ടും ഒക്കെ അനുഭവപ്പെടുന്ന ആൾക്കാരുണ്ട്. കൂടുതലും ഇത് കണ്ടുവരുന്നത് ഈ ഒരു വിൻ്റർ സീസൺ ആകുമ്പോഴാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ വിൻ്റർ സീസൺ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഈ ഒരു അവസരത്തിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. സോ ഉപ്പൂറ്റി വിണ്ടുകീറൽ എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നത് ഇത് ഡ്രൈ സ്കിന്നുള്ള ആൾക്കാരാണ്. ഉപ്പൂറ്റി വിണ്ടുകീറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാലിൻ്റെ പാദത്തിൽ ഈ ഇമേജിൽ കാണിച്ചിരിക്കുന്നത് പോലെ വിണ്ട് കീറി അതിൽ നിന്ന് പെയിനും ഡ്രൈ ആയിട്ടിരിക്കുകയും സ്കിൻ ഭയങ്കര കട്ടിയായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഉപ്പൂറ്റി വിണ്ട് കീറൽ അല്ലെങ്കിൽ ഹീൽ ക്രാക്കിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് പല ടൈപ്പുണ്ട്. അതായത് മൈൽഡായിട്ടുള്ളതുണ്ട്, ഒരു മോഡറേറ്റ് ആയിട്ടുള്ളതുണ്ട്, ഭയങ്കരമായിട്ടുള്ള ആൾക്കാരും അഫക്റ്റ് ആവുന്ന ആൾക്കാരും ഉണ്ട്. അതായത് ഏറ്റവും കുറഞ്ഞ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ ലൈൻ പോലെ ഇതുപോലെ ആയിരിക്കും, ആൾക്കാരിൽ കാണുന്ന ചെറിയ ചെറിയ ലൈൻസ് പോലെ ആയിരിക്കും. എന്നാൽ ഇതിനൊരു മീഡിയം എന്ന് പറയുന്നത് ഈ ഒരു കണ്ടീഷനായിരിക്കും. നല്ല രീതിയിൽ വിണ്ട് കീറലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇനി തേർഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് നല്ല രീതിയിൽ വിണ്ട് കീറലും ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ നടക്കുന്ന സമയത്ത് അവർക്ക് കാലിൻ്റെ ഉപ്പൂറ്റിൽ നല്ല പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതാണ് ഏറ്റവും കൂടിയ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിലേത് കണ്ടീഷനാണ് നിങ്ങളുടേതെങ്കിലും ഇതെങ്ങനെ കെയർ ചെയ്യണം എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കാരണം ഇത് എനിക്ക് ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് തന്നെ ഞാൻ പണ്ടൊരു സമയത്ത് എനിക്ക് ഫേസ് ചെയ്തിരുന്ന ഒരു ഇഷ്യൂ ആണ് ഈ ഉപ്പൂറ്റി വിണ്ട് കീറൽ. ഏറ്റവും കൂടുതൽ ഇത് കണ്ടുവരുന്നത് ഒരു വിൻ്റർ സമയത്താണ് കേട്ടോ. ആ സമയത്ത് സ്കിൻ ഭയങ്കരമായിട്ട് ഡ്രൈ ആകുമ്പോഴത്തേക്കും എനിക്ക് ഈ ഒരു കണ്ടീഷൻ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ആ ഒരു കണ്ടീഷനിൽ നിന്ന് എൻ്റെ കാലിനെ കെയർ ചെയ്ത്, ഇപ്പോൾ എനിക്കങ്ങനെ വിൻ്റർ സീസൺ ആയാലും ഇങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളും ഒന്നുമില്ല. ഇപ്പോഴും ഞാൻ കാലിന് കൊടുക്കുന്ന കുറച്ച് കെയറും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു കണ്ടീഷനിൽ നിന്ന് നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ കാലിനെ നല്ല നോർമൽ ക്യൂട്ടാക്കി എടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. സോ ഇതിലേത് കണ്ടീഷനാണ് നിങ്ങളുടെതെങ്കിലും, ഇപ്പോൾ ഏറ്റവും കൂടിയ കണ്ടീഷൻ പെയിനും കാര്യങ്ങളും ഒക്കെ ഉള്ള ആളാണെങ്കിൽ പോലും ഈ പറയുന്നത് പോലെ നിങ്ങൾ എന്തായാലും ദിവസവും മുടങ്ങാതെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യണം കേട്ടോ. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കാല് മുക്കി വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചൂടുണ്ടാവുന്ന ചൂടുവെള്ളം എടുക്കുക. അപ്പോൾ ചൂടുവെള്ളം എടുത്തതിന് ശേഷം ഒരുപാട് പൊള്ളിപ്പോകുന്ന ടൈപ്പ് അല്ല ഞാൻ പറയുന്നത്, ഒരു മീഡിയം വാം വാട്ടർ, ഒരു മീഡിയം ആയിട്ടുള്ള വാം വാട്ടർ നമ്മൾ എടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി ഇടുക. അതോടൊപ്പം തന്നെ കുറച്ച് ഷാമ്പു ഒഴിക്കുക കേട്ടോ. ഇത്രയും ഒഴിച്ചതിന് ശേഷം നിങ്ങളുടെ കാല് അതിലൊരു 15 മുതൽ 20 മിനിറ്റ് വരെ എന്തായാലും മുക്കി വയ്ക്കുക. ഇങ്ങനെ നമ്മൾ ചൂടുവെള്ളത്തിലിടുന്നത് കൊണ്ട് നമ്മുടെ കാല് ഒന്ന് ഹാർഡായിട്ടിരിക്കുന്ന കാലൊന്ന് സോഫ്റ്റ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പെട്ടെന്ന് അങ്ങ് സോഫ്റ്റായി മാറുമെന്നല്ല, ആ ഭയങ്കരമായിട്ട് ഹാർഡായിട്ടിരിക്കുന്ന കണ്ടീഷനിൽ നിന്നും ചെറുതായിട്ടൊന്ന് ആ ഒരു ഏരിയ ഒന്ന് സോഫ്റ്റ് ആവാനായിട്ട് തുടങ്ങും. അതുപോലെ തന്നെ നമ്മുടെ ഷാമ്പൂ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ക്രാക്കായിട്ടിരിക്കുന്ന ഏരിയയിലുള്ള നമ്മുടെ ഡേർട്ടിനെയൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ സോൾട്ട് ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു എക്സ്ഫോലിയേഷൻ തരാനായിട്ടും ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾ സ്ഥിരം ഇങ്ങനെ ചെയ്യുക. ഇനി ഇത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം, രാവിലെയോ ഉച്ചയ്ക്കോ പോയിട്ട് നിങ്ങൾക്ക് എപ്പോഴാണോ ഫ്രീ ടൈം കിട്ടുന്നത് ആ ഒരു സമയത്ത് നിങ്ങളിത് ചെയ്യുക. ചെയ്ത് കഴിഞ്ഞ് കാലെടുത്തതിന് ശേഷം നന്നായിട്ട് കാല് വാഷ് ചെയ്ത് നിങ്ങൾക്ക് ഇടയ്ക്ക് ആ വെള്ളത്തിൽ വെച്ചിട്ട് കാലൊക്കെ ഒന്ന് കൈകൊണ്ട് ഉരച്ചൊക്കെ കൊടുക്കുക കേട്ടോ. ഇനി അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ കയ്യിൽ പ്യൂമിക് സ്റ്റോൺ ഉണ്ടോ എന്ന് നോക്കുക. ഈ കാല് മുക്കിയിടുമ്പോൾ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പ്യൂമിക് സ്റ്റോൺ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പല്ല് തേക്കുന്ന ബ്രഷ് ഉണ്ടല്ലോ, ഉപയോഗിച്ച് കളഞ്ഞ ബ്രഷിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്, നല്ല പല്ല് തേക്കണ ഒരു ബ്രഷ് പുതിയതെടുക്കുക. എന്നിട്ട് ഡെയിലി പുതിയതല്ല, നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിക്കാൻ പോകുന്ന സമയത്ത് പുതിയതെടുക്കുക എന്നാണ് കേട്ടോ ഉദ്ദേശിച്ചത്. ആ ബ്രഷ് വെച്ചിട്ട് നിങ്ങൾ ആ വെള്ളത്തിൽ വെച്ചിട്ട് നിങ്ങളുടെ ആ ഒരു ഉപ്പൂറ്റിയുടെ സൈഡൊക്കെ നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക കേട്ടോ, നല്ല രീതിയിൽ. അത് പ്യൂമിക് സ്റ്റോൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളത് യൂസ് ചെയ്താൽ മതി. അത് യൂസ് ചെയ്തിട്ട് നല്ലതായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം വെള്ളം ഒഴിച്ച് തണുത്ത വെള്ളത്തിൽ തന്നെ നിങ്ങളുടെ കാല് നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്തെടുക്കുക. അതിന് ശേഷം ഒരു തുണിയെടുത്ത് നിങ്ങളുടെ കാല് നന്നായിട്ട് തുടയ്ക്കാം. തുടച്ചതിന് ശേഷം ഒരു മോയ്സ്ചറൈസറാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. മാർക്കറ്റിൽ ഒരുപാട് മോയ്സ്ചറൈസേഴ്സ് അവൈലബിൾ ആണ് നമ്മുടെ ഈ ഉപ്പൂറ്റിയിൽ തേക്കാൻ പാകത്തിനുള്ളത്. അതല്ലാതെ ഒരു ഈസി റെമഡി പോലെയുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഡ്രൈ സ്കിന്നുകാർക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ആവുന്ന 2 പ്രോഡക്റ്റാണ് റോസ് വാട്ടറും ഗ്ലിസറിനും എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സെയിം പ്രോഡക്റ്റ് തന്നെ നമുക്ക് ഉപ്പൂറ്റിയിലും അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷെ അതിൻ്റെ റേഷ്യോയിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നത് പോലെയല്ല. 1 സ്പൂൺ റോസ് വാട്ടറിലേക്ക് 1 സ്പൂൺ ഗ്ലിസറിനാണ് നിങ്ങളിവിടെ അപ്ലൈ ചെയ്യേണ്ടത്. സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നതിൻ്റെ റേഷ്യോ ഇതല്ല. അത് കാണാത്തതുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ 1 സ്പൂൺ റോസ് വാട്ടറിലേക്ക് 1 സ്പൂൺ ഗ്ലിസറിന് എടുക്കുക. ആ ഒരു റേഷ്യോയിൽ, അതായത് ഈക്വൽ എമൗണ്ട് ഓഫ് റോസ് വാട്ടറും ഗ്ലിസറിനും മിക്സ് ചെയ്ത് നിങ്ങൾക്കൊരു ബോട്ടിലാക്കി സൂക്ഷിച്ച് വയ്ക്കുക. എന്നിട്ട് ഇതേപോലെ ചൂടുവെള്ളത്തിലിട്ട് കാലൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം നന്നായിട്ട് കഴുകി തുടച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇത് കാലിൽ മോയ്സ്ചറൈസറായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് ഒന്നാമത്തെ കേസാണ് കേട്ടോ. റോസ് വാട്ടറും ഗ്ലിസറിനും നിങ്ങൾക്ക് മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്യാം. ഇനി അതല്ലാതെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സാധനമാണ് വാസലിൻ എന്ന് പറയുന്നത്. സോ കാല് നന്നായിട്ട് കഴുകി തുടച്ചതിന് ശേഷം നിങ്ങൾക്ക് ആ ഉപ്പൂറ്റിയുടെ ഭാഗത്ത് നല്ല രീതിക്ക് തന്നെ വാസലിൻ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി അത് രണ്ടാണ് ഞാൻ മെയിൻലി റെക്കമെൻഡ് ചെയ്യുന്ന 2 സാധനം. അത് കൂടാതെ നിങ്ങൾക്ക് അലോവേര ജെല്ലും അപ്ലൈ ചെയ്യാവുന്നതാണ് ആ ഉപ്പൂറ്റിയുടെ ഭാഗത്തൊക്കെ കേട്ടോ. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്, ഭയങ്കരമായിട്ടുള്ള കണ്ടീഷനിൽ ഇരിക്കുന്ന ആളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാസലിനോ അല്ലെങ്കിൽ റോസ് വാട്ടറോ ഗ്ലിസറിനോ അപ്ലൈ ചെയ്ത് തുടങ്ങാവുന്നതാണ്. പിന്നീട് കണ്ടീഷൻ ഒന്ന് നമുക്ക് കൺട്രോൾഡായി കഴിയുമ്പോൾ പിന്നീട് അലോവേര ജെല്ല് ഉപയോഗിക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, സോ ഇത് നിങ്ങൾ മോയ്സ്ചറൈസറായിട്ട് അപ്ലൈ ചെയ്യുക. ഇനി വീടിനുള്ളിൽ നടക്കുന്ന സമയത്ത് കൂടുതലും നിങ്ങൾ ചെരുപ്പിട്ടുകൊണ്ട് നടക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ഇങ്ങനെ വിൻഡ് കയറിയിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ ഒരു ഏരിയയിൽ ഡേർട്ട് പറ്റി പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ വീടിനുള്ളിൽ നടക്കുമ്പോൾ നിങ്ങൾ വീടിനുള്ളിൽ ഒരു സെപ്പറേറ്റ് ചെരുപ്പ് യൂസ് ചെയ്യുക. ഈ ചെരുപ്പ് ഇന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഡെയിലി നിങ്ങൾ വാഷ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. വൈകുന്നേരം കിടക്കുന്നതിന് മുന്നേ ചെരുപ്പൊക്കെ കഴുകി വൃത്തിയായിട്ട് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ചെരുപ്പ് അകത്തിടുന്നതാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് കഴുകി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. സോ ഇത് നിങ്ങൾ റെഗുലർലി ഒന്ന് ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ കാലിൽ നല്ലപോലെ വ്യത്യാസം വരുന്നതായിരിക്കും. ഇനി രാത്രിയിൽ നിങ്ങൾ എങ്ങനെ കെയർ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ രാത്രിയിൽ ഇങ്ങനെ നിങ്ങൾ ഉപ്പുവെള്ളത്തിൽ കാല് മുക്കിയിട്ടിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇനി അതല്ല നിങ്ങൾക്ക് ഡേ ടൈമിൽ എപ്പോൾ വേണമെങ്കിലും ഇത് ചെയ്യാം. ഇനി രാത്രി കിടക്കുന്നതിന് മുന്നേ കാല് നന്നായിട്ടൊന്ന് ഈ പറഞ്ഞ ബ്രഷ് പോലത്തെ സാധനം കൊണ്ട് നിങ്ങൾക്ക് ചെറുതായിട്ട് ഒന്ന് ഉരച്ച് കഴുകിയതിന് ശേഷം നേരത്തെ പറഞ്ഞ പോലെ കാല് നന്നായിട്ട് തുടച്ചതിന് ശേഷം വാസലിനോ റോസ് വാട്ടറോ അപ്ലൈ ചെയ്ത് നിങ്ങളൊരു കോട്ടൺ സോക്സ് വാങ്ങിച്ച് അത് ഇട്ട് കിടന്നുറങ്ങുക. രാവിലെ ആകുമ്പോൾ സോക്സ് റിമൂവ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നടക്കാവുന്നതാണ്. ആസ് യൂഷ്വൽ പോലെ തന്നെ നടക്കാവുന്നതാണ്. അപ്പോൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് സോക്സ് ഇട്ട് ചെയ്യുക. അപ്പോൾ സോക്സ് ഇടുന്നതിന് മുന്നേ പ്രത്യേകം ശ്രദ്ധിക്കണം. കാല് നന്നായിട്ട് കഴുകി ഈ റോസ് വാട്ടറോ ഗ്ലിസറിനോ അപ്ലൈ ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാസലിൻ അപ്ലൈ ചെയ്തതിന് ശേഷം നല്ല കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ സോക്സ് ഇടുക. സോക്സ് ഇടുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ തേച്ച ഉടനെ നിങ്ങൾ ഈ റോസ് വാട്ടർ ഗ്ലിസറിനോ തേച്ച ഉടനെ തന്നെ സോക്സ് എടുത്തിടേണ്ട ആവശ്യമില്ല. തേച്ചതിന് ശേഷം കാല് ബെഡിലൊക്കെ ഉരയ്ക്കാതെ കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്ത് വെക്കുക കേട്ടോ. അതൊന്ന് സ്കിന്നിലേക്ക് ഒന്ന് അബ്സോർബ് ആകാൻ വേണ്ടിയിട്ട് ഒരു 3-4 മിനിറ്റിന് ശേഷം നിങ്ങൾ സോക്സ് എടുത്ത് തേച്ചതിന് ശേഷം തറയിൽ കൂടി ഇങ്ങനെ നടന്നൊന്നും കളയരുത്. കുറച്ച് സമയം നിങ്ങളൊന്ന് കാല് തേച്ചതിന് ശേഷം ഒന്ന് റെസ്റ്റ് ചെയ്യിക്കുക. ഒരു 2-3 മിനിറ്റെങ്കിലും മതി. അതിനുശേഷം മാത്രം നിങ്ങൾ കോട്ടൺ സോക്സ് ഇട്ടതിന് ശേഷം കിടന്നുറങ്ങാം കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ റെഗുലറായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഉപ്പൂറ്റി വിൻഡ് കീറലിന് ഒരുപാട് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിത് ട്രൈ ചെയ്ത് നോക്കി എനിക്ക് റിസൾട്ട് കിട്ടിയൊരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടാറ്റാ, ബൈ ബൈ, സീ യു.